എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പയർ കൃഷി ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നേരത്തെ ഏലക്കൃഷിയായിരുന്നു. അതൊന്ന് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ JCB വെച്ചൊന്ന് കിളച്ചു. പയറിപ്പോൾ ഇട്ടത് ഒരു ഇടവിള കൃഷിയായിട്ടാണ്. അതിനായിട്ട് നമ്മൾ ആദ്യമേ മണ്ണിനകത്ത് കുമ്മായി ഒന്ന് വിതറി 7 ദിവസത്തിന് ശേഷം മണ്ണൊന്ന് ന്യൂട്രാക്കി എടുത്ത് നിരയായിട്ട് കുഴിത്തടം എടുത്ത് അതിനകത്ത് നമ്മൾ ചാണകപ്പൊടിയും ആട്ടുംകാട്ടം കൂടെ മിക്സ് ചെയ്ത് മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷമാണ് പയർ വിത്ത് നമ്മൾ ഇട്ടത്. പയറിൻ്റെ ആദ്യത്തെ വിത്ത് കുഴിച്ച് വെച്ചത് നമ്മുടെ നീലുമായിരുന്നു കേട്ടോ. കൃഷിക്ക് ഏറ്റവും നല്ല അടിവളം കൊടുക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ്. അപ്പോൾ ജോലി കഴിഞ്ഞ് പല ദിവസങ്ങളിലായിട്ട് സമയം കിട്ടുന്നതനുസരിച്ചൊക്കെയാണ് ഞാനിത് നട്ടത്. ഇന്നിടവിട്ട ദിവസങ്ങൾ വെച്ച് നമുക്ക് നനച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ പയർ ഒരു 14 ദിവസത്തിന് ശേഷം 2 ഇല പരുവത്തിൽ വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കതിനായിട്ട് ഒരു 3 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 3 കിലോ കടലപ്പിണ്ണാക്ക്, കുറച്ച് ഒരു 1/2 ബക്കറ്റ് ചാണകം എന്നിവ നമുക്കൊരു ഡ്രമ്മിനകത്ത് പുളിപ്പിക്കാൻ വേണ്ടി ഇടണം. അങ്ങനെ ഒരു 3 ദിവസത്തിന് ശേഷം നമുക്ക് 1 ബക്കറ്റ് വെള്ളത്തിൽ 1 കപ്പ് പുളിപ്പിച്ച മിശ്രിതം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് പയറിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളം നനച്ച് കൊടുക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടി ഞാൻ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറിഗേഷൻ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റി. ഒരുപാട് പയറുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പയർ നനച്ചു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ ലഭിച്ചതുകൊണ്ട് നമുക്ക് അധികം വെള്ളമടിച്ച് കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.